എൻ്റെ പേര് ഷിജോ എന്നാണ്. ഞാൻ കൊച്ചിൻ സീ പോർട്ടിലെ എക്സിക്യൂട്ടീവ് ഷെഫാണ്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് സ്ക്വിഡ് മുരിങ്ങക്കോൽ കറിയാണ്. നമ്മൾ നാടൻ ഫെസ്റ്റിവലിന് വിപുലമായിട്ട് കൊടുക്കുന്ന ഒരു ഡിഷാണ്. നമ്മൾക്ക് അതിന് വേണ്ട സാധനങ്ങൾ സ്ക്വിഡ്, മുരിങ്ങക്കോൽ, പിന്നെ നമ്മൾ വീട്ടുകളിൽ ഉപയോഗിക്കുന്ന തന്നെ പച്ചമുളക്, ഇഞ്ചി, ചെറുള്ളി ചതച്ചത്, വറുത്തരച്ചത്, നമ്മുടെ തേങ്ങയും വറ്റൽമുളകും ചെറുള്ളിയും മല്ലിയും കൂടി വറുത്തിട്ട് നമ്മൾ പേസ്റ്റ് അരച്ചാണ്, വറുത്തരച്ചാണ്. വാളംപുളി കുറച്ച് പേസ്റ്റ്, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, ഓൾറെഡി ഉപ്പ്. ഓൾറെഡി നമ്മുടെ വീടുകളിൽ സുലഭമായ സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രിപ്പറേഷൻ. അല്പം കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. ഓൾറെഡി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അല്പം കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, അതിനുശേഷം പച്ചമുളക്, കറിവേപ്പില നന്നായി മൂത്ത ശേഷം നമ്മൾ ചെറുള്ളി ചതച്ചത് നന്നായിട്ട് വരട്ടുക. അല്പം ജിഞ്ചർ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമ്മൾ മസാല 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അല്പം കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇത് നന്നായിട്ട് സോട്ടാക്കുക. അതിനുശേഷം കുറച്ച് ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് കുറച്ച് ടൊമാറ്റോ ആഡ് ചെയ്യുക. അതിനുശേഷം അല്പം വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് നല്ലൊരു ഗ്രേവി നമുക്ക് തന്നെ കിട്ടും. അതിനുശേഷം നമ്മൾ മുരിങ്ങക്കോൽ ആഡ് ചെയ്യുക. നമുക്കിത് മുരിങ്ങക്കോൽ സ്ക്വിഡ് തന്നെ നമുക്ക് വേണമെന്നില്ല. ഇതിൽ വേറെ പ്രോൺസോ ഫിഷോ അങ്ങനെയുള്ള ഐറ്റംസ് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. നല്ലൊരു വെറൈറ്റി ഡിഷാണ്. മുരിങ്ങക്കോലിട്ട് നമ്മൾ വയ്ക്കുമ്പോൾ ഫീലായിട്ട് നമ്മൾ പുളിയൊക്കെ ഇട്ട് നല്ലൊരു ഡിഷാണ്. മുരിങ്ങക്കോൽ വേവാൻ വേണ്ട കുറച്ച് വെള്ളം, അതിനുശേഷം നമുക്ക് കുറച്ച് പുളി, വാളംപുളി പിഴിഞ്ഞ വെള്ളം ആഡ് ചെയ്യുന്നു. തേങ്ങ വറുത്തരച്ചതും ചെറുള്ളിയും പച്ചമുളകും കൂടി നമ്മൾ വറുത്തിട്ട് പേസ്റ്റ് അരച്ചാണ് വറുത്തരച്ചത്. അത് കുറച്ച് വറുത്തരപ്പിടുന്നു. ഈ മുരിങ്ങക്കോലിൽ കിടന്ന് നമ്മൾ പുളിയും നമുക്ക് ഈ വറുത്തരപ്പും എല്ലാവരും കൂടി ആകുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. നമുക്ക് നല്ലൊരു ഡിഷിൽ ചപ്പാത്തി, പൊറോട്ട അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ നമുക്ക് വറുത്തരച്ച് നല്ല നാടൻ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷ് തന്നെയാണ്. കണവയ്ക്ക് നമുക്കധികം വേവില്ല. കണവ കൂടുതൽ നേരം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് റബ്ബർ പോലെ ആയിപ്പോൾ, അതുകൊണ്ട് കുറച്ച് നേരം കുക്ക് ചെയ്താൽ മതി. കണവയും കൂടിയും കണവയുടെ ആ സ്റ്റോക്കും കൂടി വന്നു കഴിയുമ്പോൾ നമുക്ക് ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. മുരിങ്ങക്കോലിൻ്റെയും പുളിയും വറുത്തരച്ചതും എല്ലാവരും കൂടി ആയിപ്പോൾ നല്ലൊരു തിക്ക് ഗ്രേവിയായി. അല്പം തേങ്ങാപ്പാൽ ഒഴിക്കുക. കണവ അധികം വേവില്ല, ആദ്യമേ തന്നെ പറഞ്ഞു. അതായത് നമുക്ക് ഓൾറെഡി ഇത്രയും വേവേ നമുക്കുള്ളൂ. അത് നമ്മൾ അല്ലെങ്കിൽ കൂടുതലും പോലെ നമുക്ക് റബ്ബർ പോലെ ആയിപ്പോൾ നമ്മൾ പച്ച വെളിച്ചെണ്ണ, നാടൻ കുട്ടികൾക്ക് നമുക്ക് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റും, ഒരു പച്ച കറിവേപ്പില ഇടുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതിനാണ് പച്ച വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുന്നത്. ഓൾറെഡി സ്ക്വിഡും മുരിങ്ങക്കോൽ കറി റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. സർവീസ് ഡിഷിലേക്ക് മാറ്റാം. ഓൾമോസ്റ്റ് നമ്മുടെ കയ്യിൽ സ്ക്വിഡ് മുരിങ്ങക്കോൽ കറി റെഡിയായി. നമുക്ക് ഫെസ്റ്റിവലിന് വെറൈറ്റി ഫുഡ് കൊടുക്കുന്ന ഒരു ഫുഡാണ്. ഇതിൻ്റെ കൂടെ നാടൻ ചോറ്, ചപ്പാത്തി, അപ്പം എന്നീ സാധനങ്ങളോടുകൂടി കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്.